അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു. ഇനി അതിനുശേഷം നമുക്ക് ഓർഗനൈസേഷനെ കുറിച്ച്, സംഘടനയെക്കുറിച്ച് കുറച്ച് ക്ലാസ്സുകൾ നോക്കാം. അതിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഒരു ക്ലാസ് ഉണ്ടാവും. അത് ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു 18 സ്ലൈഡ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. കുറച്ച് ലെങ്തി ആണെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ കഴിക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഉള്ളത് ഓർഗനൈസേഷണൽ കൾച്ചറും പിന്നെ ചേഞ്ച് മാനേജ്മെൻറ്റും. അതും ഒരു ഇത്തിരി ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്. ഓർഗനൈസേഷനെ കുറിച്ച് ആക്ച്വലി എല്ലാ കാര്യങ്ങളും പറയുന്ന രണ്ട് സിലബസിൽ 2 സെൻറ്റൻസ് ആണത്. ആക്ച്വലി ജസ്റ്റ് അവർ മെൻഷൻ ചെയ്തെങ്കിലും കൂടി ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനും ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ കൂടി നമുക്ക് ഓർഗനൈസേഷനെ കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ അതിൽ വരും. അപ്പോൾ അത് പഠിക്കേണ്ടി വരും. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ജസ്റ്റ് ഞാൻ ഇത് കണ്ടല്ലോ. ആർക്കെങ്കിലും ചോദിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് നോക്കാം ഇന്ന്. ഈ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസും ആക്ച്വലി നടക്കുന്നത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലാണ്. ഓർഗനൈസേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആക്ച്വലി അഡ്മിനിസ്ട്രേഷൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ പൊരുളായിട്ടുള്ളത്. കുറേ ഓർഗനൈസേഷനെ കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് 2 ഡെഫിനിഷൻ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷനും മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനും. അപ്പോൾ അതുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പഠിക്കണം. എന്താ ഡെഫിനിഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു അബ്സ്ട്രാക്റ്റ് എല്ലാ ആൾക്കാരും പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണോ അത് നമുക്ക് നോക്കാം. The organization may be defined as a human group deliberately and consciously created for the attainment of certain goals with a rational coordination of closely relevant activities. ഇങ്ങനെയാണ് നമുക്കതൊന്ന് മനസ്സിലാവുക. അതായത് ഒരു ഹ്യൂമൻ ഗ്രൂപ്പ് അത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്തിനു വേണ്ടി? സർട്ടൺ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അങ്ങനെ വെറുതെ ഒരു ക്രിയേഷൻ മാത്രമല്ല, അത് വളരെ റാഷണലായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യും. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും വളരെ ക്ലോസ്ലി കോർഡിനേറ്റ് ചെയ്യുന്ന, റേഷണലി ക്ലോസ്ലി കോർഡിനേറ്റ് ചെയ്യുന്നത് കൂടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഐഡൻറ്റിഫയബിൾ അഗ്രിഗേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ മെമ്പർ ആണോ അല്ലയോ എന്നുള്ളത് വളരെ കൃത്യമാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു നമ്മൾ ഏതെങ്കിലും ഒരു ജോലി, ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് നിങ്ങൾ ജോലിക്കാരനാകുമ്പോൾ വളരെ കൃത്യമായിട്ടൊരു കോൺട്രാക്റ്റ് എഴുതിയിട്ടാണ് നിങ്ങൾ അതിലേക്ക് എടുക്കുന്നത്. നിങ്ങൾ അവിടുത്തെ ഒരു ജോലിക്കാരനാണ് എന്ന് ആ ഓർഗനൈസേഷനും അറിയാം, നിങ്ങൾക്കും അറിയാം. അതേപോലെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ അതിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കൂ. അതിൽ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ എന്താ പറയുക, മെമ്പർഷിപ്പ് കൃത്യമായിട്ട് അതിന് മെമ്പർഷിപ്പ് ഉണ്ട്, നിങ്ങളതിൽ ആണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രേഖ ആ പാർട്ടിയുടെ കയ്യിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു NGOൻ്റെ കയ്യിലുണ്ടായിരിക്കും. അത്തരത്തിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പർഷിപ്പ് വളരെ ക്ലിയർലി ഐഡൻറ്റിഫയബിൾ ആണ്. ഓക്കെ, ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് ക്രിയേഷൻ. ഇത് അങ്ങനെ അത്തരത്തിൽ ആൾക്കാർ ജസ്റ്റ് എന്താ പറയുക ചേർത്തി ഒരു മെമ്പർഷിപ്പ് ആക്കിയ ഒരു ഓർഗനൈസേഷൻ അല്ല, വളരെ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് ആണ്. നിങ്ങൾ അത് ആ ഓർഗനൈസേഷന് എതിരെ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വളരെ കോൺഷ്യസ് ആയിട്ടും വളരെ ഡെലിബറേറ്റ് ആയിട്ടും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ പണിഷ് ചെയ്യാനുള്ള അവകാശങ്ങളും ഓർഗനൈസേഷൻ്റെ ലീഡർഷിപ്പിന് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിഷബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നേരത്തെ ഈ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും ഓർഗനൈസേഷന്. ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ, നമുക്കൊരൊറ്റ വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിലുമാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനായിട്ട് ഫോം ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു പർപ്പസ് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്.
അതുപോലെ തന്നെ കോർഡിനേഷൻ ആക്ടിവിറ്റീസ്, ഒരു സ്ട്രക്ചറുണ്ട്. ഈ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എന്ത് തരത്തിലുള്ള സ്ട്രക്ചറാണ്, അതൊക്കെ അതിനനുസരിച്ചുള്ള എന്ത് രീതിയാണ് ഫോളോ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ റേഷണാലിറ്റി, ഒരു എന്താ പറയുക, വളരെ അൺകോൺഷ്യസ് ആയിട്ട് ഒരു ലോജിക്ക് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നിലനിൽക്കാനും പറ്റില്ല. അതിന് പിന്നിൽ ഒരു റേഷണൽ വേണം. അതിനനുസരിച്ച് ഉള്ള പ്രവൃത്തികൾ അതിൽ നിന്ന് ഉണ്ടാവണം. അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി, ഗോൾസ്, അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെ നിലനിന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ റേഷണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ. ഓക്കെ, ഇനി കുറെ ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്ത് ഒക്കെ ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ആൾക്കാരുടെ പേരൊന്നും പഠിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ അധികം ആൾക്കാരില്ല. ഈ ടാൽക്കോട്ട് പേഴ്സൺ, നമ്മൾ ടൈപ്പോളജീസ് ബൈ ഗോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓർ പർപ്പസ്, ഗോൾസിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷൻ്റെ അല്ലെങ്കിൽ പർപ്പസിൻ്റെ ഒക്കെ രീതിയിൽ എങ്ങനെ ഓർഗനൈസേഷനെ വിഭജിക്കാമെന്നാണ് പറയുന്നത്. എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ എക്കണോമിക് ഓർഗനൈസേഷൻ, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കണോമിക് ടൈപ്പിലുള്ള ഓർഗനൈസേഷൻ, നമുക്കറിയാലോ എന്ത് തരത്തിലുള്ള ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രിറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are the organization to settle conflict, integrate and coordinate various segments of the society to work together, provide stability in society. ഉദാഹരണം എന്ന് പറയുന്നത് ഈ പോലീസ്, അതുപോലെ ജുഡീഷ്യൽ കോർട്സ്, സോഷ്യൽ ഏജൻസീസ് ഒക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. അതേപോലെ അടുത്ത കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുള്ള ഒന്നാണ് പാറ്റേൺ മെയിൻ്റനൻസ് ഓർഗനൈസേഷൻ. These organizations are concerned with the societal continuity with a focus on long-term issues such as society's values, pattern, knowledge and culture. Okay, through educational and cultural religious institution. ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ പാറ്റേൺ മെയിൻ്റനൻസ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ടാൽക്കോട്ട് പേഴ്സൺസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യരാശി ശേഖരിച്ച അറിവ് അത് അതേ പാറ്റേണിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്യാനും അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസ്, നമ്മൾ എന്താ പറയുക, ദശാബ്ദങ്ങളും അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളും കൊണ്ട് ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ വാല്യൂ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ വാല്യൂ കീപ്പ് ചെയ്യാനാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള കൾച്ചറൽ വാല്യൂ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇതാണ് 4 ഓർഗനൈസേഷൻ്റെ ടൈപ്സ് അക്കോർഡിംഗ് ടു ടാൽക്കോട്ട് പേഴ്സൺസ്. ഓക്കെ, അടുത്തത് ബേസ്ഡ് ഓൺ കൺസ്യൂമർ ഓഫ് പ്രൈമറി ബെനിഫിഷ്യറി. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് അതിന് ആരാണ് ഇതിൻ്റെ പ്രൈമറി ബെനിഫിഷ്യറി എന്ന് നോക്കുന്ന ഒരു ടൈപ്പോളജിയാണ്. ബ്ലോ ആൻഡ് സ്കോട്ട് ആണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് നോക്കാം. മ്യൂച്വൽ ബെനിഫിറ്റ് അസോസിയേഷൻ, അതായത് പൊളിറ്റിക്കൽ പാർട്ടി, ട്രേഡ് യൂണിയൻസ്, പ്രൊഫഷണൽ അസോസിയേഷൻ. അത് നമുക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണല്ലേ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും, ആ പാർട്ടിയിലുള്ള എല്ലാവർക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടാനാണ്. ട്രേഡ് യൂണിയൻ, ആ ട്രേഡ് യൂണിയനിലെ ആൾക്കാർ, ആ യൂണിയനിലുള്ള എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റ് കിട്ടാനുള്ള അസോസിയേഷനാണ്. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ ബിസിനസ് കൺസേൺസ്. ആക്ച്വലി ബിസിനസ് കൺസേൺസിന് നമുക്കറിയാലേ, ഇവൻ അവിടുത്തെ എംപ്ലോയീസിന് അതിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവെങ്കിൽ കൂടി അത് പ്രൈമറിലി ബിസിനസ് ഓണർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ സർവീസ് ഓർഗനൈസേഷൻ. സർവീസ് ഓർഗനൈസേഷനിൽ പ്രൈമറി ബെനിഫിഷ്യറീസ് ഈ അവിടെ ആർക്കാണോ അത് സെർവ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ സെർവ് ചെയ്യുന്നത് അവരാണ്. ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ വർക്ക് ഏജൻസീസ്, ഇതൊക്കെ ഒരു നോൺ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളൊരു ഒരു ധാരണയിലാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽസ് തന്നെ ബിസിനസ് മോഡലിൽ നടത്തുന്ന ആൾക്കാരുണ്ട്.
എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ബിസിനസ് മോഡലിൽ നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് പൊതുവെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ജനങ്ങൾക്ക്, അവിടെ വരുന്ന ജനങ്ങൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതെ, ഒരു ചാരിറ്റബിൾ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഒരു സോഷ്യൽ വെൽഫെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹോസ്പിറ്റൽസിനെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും കാണുന്നത്. അതല്ലാതെ ഉള്ള എക്സെപ്ഷൻസും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, കോമൺവെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ലാർജ് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ബെനിഫിഷ്യറി ആയിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ്, പോലീസ് സർവീസ്, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, മിലിറ്ററി സർവീസസ്, ഇതിനൊക്കെ കൂടി ആണ് നമ്മൾ കോമൺവെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എറ്റ്സിയോണി എന്ന് പറഞ്ഞ ഒരു വ്യക്തി കംപ്ലൈൻസിൻ്റെ എങ്ങനെയാണ് ആൾക്കാർ ഒരു ഹയർ മാനേജ്മെൻറ്റിനോട് അല്ലെങ്കിൽ ഹയർ പൊസിഷനിലുള്ള ആൾക്കാരോട് ആ ഓർഗനൈസേഷനിലുള്ള ലോവർ പൊസിഷനിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് കംപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിൽ ഒരു ഡിവിഷനുണ്ട്. അത് കോയേഴ്സീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, ആൾക്കാരെ കൊണ്ട് കംപ്ലൈ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഭാഗത്തിന് ഒരു ഓർഗനൈസേഷൻ ടൈപ്പിനെ പറയുന്നതാണ് കോയേഴ്സീവ് പവർ. അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ പവർ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ റിസോഴ്സസ്, അതായത് ഇപ്പോൾ പണം കൊടുത്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സർവീസ് ഇങ്ങോട്ട് കിട്ടുന്നു. അപ്പോൾ ഒരു കാൽക്കുലേറ്റീവ് മെത്തേഡാണ്, ആക്ച്വലി സാലറി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെ നോർമേറ്റീവ് പവർ ബേസ്ഡ് ഓൺ അലൊക്കേഷൻ ഓഫ് സിംബോളിക് റിവാർഡ്സ്. ഹിയർ കംപ്ലൈൻസ് ഈസ് മോറൽ. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വോളണ്ടറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വയം നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. ഈ ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യണം, അതൊരു സോഷ്യൽ നോംസ് ആണ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇതിനെ നോർമാറ്റീവ് പവർ എന്നുള്ള കാറ്റഗറിയിലും പെടുത്തും. ഓക്കെ, അപ്പോൾ അത്രയാണ് ടൈപ്സ്. 3 ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് ഗോൾ ആൻഡ് ഫങ്ഷൻ ഓർ പർപ്പസ്, പർപ്പസിൻ്റെ പേരിൽ ഒന്ന്. രണ്ടാമത്തെ പ്രൈമറി ബെനിഫിഷ്യറി ആരാണ്, അതുപോലെ തന്നെ ബേസിസ് ഓഫ് കംപ്ലൈൻസ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്ക്. ഇത് ആക്ച്വലി സിലബസിൽ ഇല്ലാത്തതാണ്, എന്നാലും ഫസ്റ്റ് സിലബസിൽ ചോദിച്ചിരുന്നു ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. പക്ഷെ അതിൽ പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ ഇത് ആക്ച്വലി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്നാലും ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ഓർഗനൈസേഷൻ എന്ന് അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിക്കണമെന്നില്ല, പക്ഷെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ഇതിനെക്കുറിച്ച്. അടുത്തത് മിഷൻ ആൻഡ് പർപ്പസ് ആണ്. ഒരു ഓർഗനൈസേഷൻ്റെ മിഷനും പർപ്പസും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി നമുക്ക് പഠിക്കാം. മിഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ദ ഓർഗനൈസേഷൻ ഡസ് ആൻഡ് ഫോർ ഹൂം. ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, എന്താണ് എന്ത് പ്രവൃത്തിയാണ് ആ ഓർഗനൈസേഷൻ ചെയ്യുന്നത്, അതാണ് അവരുടെ മിഷൻ. ഓക്കെ, അതേപോലെ തന്നെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ഇൻ ലോങ് ടേം ഇമ്പാക്ട് ആൻഡ് ഇറ്റ്സ് ലോങ് ടേം ഇമ്പാക്ട്സ്. അതായത് എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്, അതിൻ്റെ ദൂരവ്യാപകമായുള്ള ഫലം എന്താണ്, ഇത് രണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പർപ്പസ്. ഓക്കെ, എന്തിനാണ് ഈ മിഷൻ ആൻഡ് അതുപോലെ തന്നെ പർപ്പസ് ഇതൊക്കെ പറയണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലാരിറ്റി ആൻഡ് ഡയറക്ഷൻ. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ലാസ്റ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റെ ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ അതായത് പുറമെ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, അതിനൊരു ക്ലാരിറ്റിയും അതുപോലെ ഈ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ഇന്നതാണ് ഇവർ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ തന്നെ ഇൻസ്പയർസ് എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതൊരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും ആ മിഷൻ എന്ന് പറയുന്നത്. അവർക്ക് അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും. അലയൻസ് ആക്ഷൻസ് വിത്ത് കോർ വാല്യൂസ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ കോർ വാല്യൂസ് എന്താണ്, മിഷൻ എന്താണ്, ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, വഴി തെറ്റി പോവാതിരിക്കാൻ ഉള്ള ഒരു എന്താ പറയുക, ഒരു ആക്ഷൻസ് എല്ലാം അലൈൻ ചെയ്യുന്നതിനും ഈ മിഷൻ പർപ്പസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ മിഷൻ എന്താണെന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി ഈ PPTയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ,
A mission has external orientation and relates the organization to the society in which it operates. And mission statement helps the organization to link its activities to the needs of the society and it legitimize its existence. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഓർഗനൈസേഷനെ ഒരു സൊസൈറ്റി ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യും. ഒരു ഓർഗനൈസേഷൻ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ആ മിഷൻ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇതിന്റെ ആക്ടിവിറ്റീസ് സമൂഹത്തിന് ആവശ്യമായിട്ട് എങ്ങനെ എന്താണ് ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് കിട്ടുന്നത്? ഓക്കെ, അതാണ് പറയുന്നത്. സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ എന്താ പറയുക പ്രാവർത്തികമാകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് സൊസൈറ്റിക്ക് ഗുണകരമാവുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിറ്റിമൈസ് ചെയ്യും അതിൻ്റെ എക്സിസ്റ്റൻസ്. ഓക്കെ, അത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്, ആ ഒരു ന്യായമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഓർഗനൈസേഷൻ എന്ന് അതിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ അതിന് പുറത്തുള്ള ആൾക്കാർക്കും വ്യക്തമാവുന്ന രീതിയിലാണ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് പഠിച്ചിരിക്കണം നിങ്ങൾ. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it has an orientation and relates the organization to the society in which it operates. Society operate ചെയ്യുന്ന എന്താ പറയുക ആ ഒരു എൻവയോൺമെന്റിൽ ഓർഗനൈസേഷൻ എങ്ങനെ റിലേറ്റ് ആവുന്നു, അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ തരങ്ങൾ ആവശ്യങ്ങളുണ്ട്. അതിൽ എന്ത് ആവശ്യമാണ് ഈ ഓർഗനൈസേഷൻ എന്താ പറയുക ഫുൾഫിൽ ചെയ്യുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് ആ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ മിഷൻ സ്റ്റേറ്റ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷന്റെ, ഇപ്പോൾ ഗൂഗിൾ ആയാലും ശരി, ആമസോൺ ആയാലും ശരി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയാലും ശരി, അവരെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തില് എന്താ പറയുക സൊസൈറ്റി അത് നിലനിൽക്കേണ്ടത് സൊസൈറ്റിക്ക് എന്ത് പർപ്പസ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത purpose is also externally focused, but it relates to the segment of the society to which it serves. It defines the business which the organization will undertake. ഓക്കെ, അത് കുറച്ചുകൂടി എന്താ പറയുക സ്പെസിഫിക് ആണ്. ഏത് ഏരിയയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? അപ്പോൾ അതിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ തന്നെ അതിൽ ഉന്നത വിദ്യാഭ്യാസമാണോ, അല്ലെങ്കിൽ അഡീഷണൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണോ, അതല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആൾക്കാരുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്ന ഇപ്പോൾ എന്താ പറയുക സ്മാർട്ട് ഫോൺ വിപണി, അതിലൊക്കെ എന്ത് മാറ്റാണ് ഇപ്പോൾ വരുത്താൻ ഉപയോഗിക്കുന്നത്? സെക്യൂരിറ്റി, ഹൈ ലെവൽ സെക്യൂരിറ്റി ഉള്ള ആപ്ലിക്കേഷനാണോ അവർ ഇൻസ്റ്റാൾ? അപ്പോൾ അത് വളരെ എന്താ പറയുക അവരുടെ പർപ്പസ് വളരെ സെഗ്മെന്റ്, അതിൻ്റെ സെഗ്മെന്റ് വളരെ ക്ലിയർ ആയിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നതായിരിക്കും. വളരെ എന്താ പറയുക ക്ലിയർ എന്ന് മാത്രമല്ല, അതിനെന്താ പറയാ ഓക്കെ വളരെ എന്താ പറയാ അതെന്താ ഒരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല. മീൻസ് വളരെ ക്ലിയർ, ചെറിയ ഒരു ഏരിയയിലുള്ള അവരുടെ ഏരിയ, ഓക്കെ, അത് ഏത് ഏരിയയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്ന പർപ്പസിലുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഗോൾസ് നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പർപ്പസ്ഫുൾ ആയിട്ട് എന്താ പറയുക ചെയ്യുന്നതാണ്, വളരെ ഡെലിബറേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ഓർഗനൈസേഷണൽ ഗോൾസ് ഉണ്ടായിരിക്കും. അതിന്റെ നേച്ചർ എന്താണെന്നാണ് നോക്കുന്നത്. Each organization or group of individuals have some goals. Goals may be broad and or they may be specifically mentioned. ഇത് വളരെ അത് കുറച്ചും കൂടി ഒരു ഏരിയ ആണ് പർപ്പസ് പറയുന്നുണ്ടെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണത്തിന് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എല്ലാ വ്യക്തികളുടെയും വിദ്യാഭ്യാസം ഉയർത്തുക എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു SSLC മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളിലെ എന്താ പറയുക അവരുടെ വിദ്യാഭ്യാസം ഉയർത്തുക എന്നുള്ളതായിരിക്കും. പക്ഷെ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ പറയാം ചിലപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 കുട്ടികൾ 100 കുട്ടികൾ ഒരു ഗ്രാമത്തിലുണ്ട്, അതിൽ 10 കുട്ടികൾ
എന്താ പറയുക SSLC കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അവരിൽ 6 കുട്ടികൾക്കെങ്കിലും ഞങ്ങൾ ഈ ഓർഗനൈസേഷനിൽ അവരിനെ വീണ്ടും വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അത് ഗോളായില്ലല്ലോ. മൊത്തം 10 പേരുണ്ട്, അതിൽ 6 കുട്ടികൾക്കെങ്കിലും ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? അപ്പൊ ആ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആണ്. Goals may be clearly defined and these may not be clear and have to be interpreted by behavior of organizational members, particularly those top ലെവലിലുള്ള ആൾക്കാർ. നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ടോപ്പ് ലെവലിലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഓർഗനൈസേഷണൽ ഗോൾസ് ഹാവ് സോഷ്യൽ സാങ്ഷൻ, ദാറ്റ് ഈസ് ദേ ആർ ക്രിയേറ്റഡ് വിത്തിൻ സോഷ്യൽ നോംസ്. സോഷ്യൽ നോംസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഓറിയന്റ് ചെയ്തിട്ട് ഒക്കെ ഓർഗനൈസേഷനിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നശീകരണ പ്രവണതയുള്ള രീതിയിൽ ഒന്നും നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓർഗനൈസേഷൻ മേ മൾട്ടിപ്പിൾ ഗോൾസ്. മെനി ഓഫ് ദീസ് ഗോൾസ് ആർ ഇന്റർട്വൈൻഡ് ആൻഡ് ഇന്റർ റിലേറ്റഡ്. മേ ബി കുറെ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ കാര്യം മാത്രമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ 10 കഴിഞ്ഞ കുട്ടികളായിരിക്കുന്നില്ല, ചിലപ്പോൾ ഇതുപോലെ തോറ്റു നിൽക്കുന്ന കുട്ടികൾക്ക് അഡീഷണൽ ട്യൂഷൻ കൊടുക്കുന്ന ഇത്ര കുട്ടികൾക്ക് ഞങ്ങൾ ട്യൂഷൻ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഗോൾ വേറെ ഉണ്ടായിരിക്കും. അതിനുശേഷം വേറെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതുകൊണ്ട് പഠിപ്പ് മുടങ്ങിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഡിസ്റ്റന്റ് ആയിട്ട് അവരെ ഇത്ര കുട്ടികളെ ഡിസ്റ്റന്റ് ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾസ്. പക്ഷെ അതൊക്കെ എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, goals have hierarchy. At the top level it may be broad organizational purpose which can be broken into specific goals at the departmental level. Okay, goals can be changed. New ones may replace old goals. നേരത്തെ പോലെ ഇതിപ്പോൾ എല്ലാ കുട്ടികളും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉയർത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ വേറെ തരത്തിലുള്ള ഗോൾസ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വേറെ ഗോൾസുകൾ എടുക്കും. ഓക്കെ, അങ്ങനെ ഗോൾസ് ചേഞ്ച് ചെയ്യും. പഴയ എല്ലാ സമയത്തും ഒരേ അത്തരത്തിലുള്ള സ്പെസിഫിക് ഗോൾസ് ആയിരിക്കില്ല ഓർഗനൈസേഷനുള്ളത്. ഓക്കെ, നമ്മൾ ഇനി കറക്റ്റ് സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി ഇതാണ് സിലബസിൽ ഇവിടെ നിന്നാണുള്ളത്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ മറ്റ് ഭാഗങ്ങൾ നോക്കാതെ പോകരുത്, അതൊന്ന് നോക്കി വെക്കണം. മിഷൻ, പർപ്പസ്, ഗോൾസ് അത് കൃത്യമായിട്ട് പഠിക്കണം. മറ്റുള്ളത് നിങ്ങളൊന്ന് അത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് ഒന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടുന്ന് മുതൽ നമുക്ക് സിലബസിൽ ഉള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത്? അപ്പോൾ നമുക്ക് സ്ട്രക്ചർ എന്ന് ആദ്യം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് ഓർമ്മ വരും അല്ലേ? ഏറ്റവും മുകളിൽ CEO, വൈസ് പ്രസിഡന്റ് ഒക്കെ ഉള്ളത്. അതിന് താഴെയുള്ള മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, അതിന് താഴെയുള്ള അസിസ്റ്റന്റ് മാനേജേഴ്സ്, അതിന് താഴെയുള്ള സൂപ്പർവൈസേഴ്സ്, അതിന് താഴെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിക്കാർ, ഒക്കെ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കും. പക്ഷേ അത് മാത്രമല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള സ്ട്രക്ചറിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. പക്ഷേ അത് മാത്രമല്ല ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവുന്നത് അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു മിഷൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യം വരും. അതുപോലത്തെ ഒരു വാക്കും കൂടി ഉണ്ട്, അതാണ് സ്ട്രാറ്റജി. ഓക്കെ, സ്ട്രാറ്റജി എന്നുള്ളൊരു വാക്ക് കൂടി നിങ്ങൾ നമ്മൾ എല്ലാ ഇപ്പോഴും നമ്മൾ സ്ട്രാറ്റജി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും കൂടി അതിൻ്റെ ഒരു ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒരു ഗോളിനെ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം, അതിനുള്ള ഏറ്റവും എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാത്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഓർഗനൈസേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഈ ഓർഗനൈസേഷനെ ഫോം ചെയ്യണം എന്നുള്ളത് അതാണ് ഈ സ്ട്രക്ചറിൽ ഏത് തരത്തിലാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് അതിനനുസരിച്ച് നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും. ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റജീസ് ആർ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻസ് that enable the organization to achieve its goals and thus its purpose.
Pursuing a strategy involves developing an organization structure and the process to do the organization work. നമ്മൾ പറഞ്ഞു തന്നെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ സിസ്റ്റം ഓഫ് ടാസ്ക്, system of reporting and a system of authority relationship with the within which the work of the organization is done. Okay, അതൊന്നുകൂടി ഞാൻ വായിക്കാം ആ സെന്റൻസ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ സിസ്റ്റം ഓഫ്, അതിൻ്റെ ഒരു വ്യവസ്ഥ, ടാസ്ക്, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ്, അതുപോലെ തന്നെ അതോറിറ്റി റിലേഷൻഷിപ്പ് വിത്തിൻ വിച്ച് ദ വർക്ക് ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ഡൺ. ഓക്കെ, അതോറിറ്റി റിലേഷൻഷിപ്പ്, ഇതിനെ ഒക്കെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഓർഗനൈസേഷൻ ചാർട്ട് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾക്ക് പഠിക്കേണ്ടതും. ഓക്കെ, ദസ് സ്ട്രക്ചർ ഡിഫൈൻസ് ദ ഫോം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ഫോമിനെയും അതുപോലെ തന്നെ ഫങ്ഷനെയും ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിൻ്റെ. പിന്നെ വീണ്ടും പറയുന്നത് ഈ ഫ്ലോ ചാർട്ടിൻ്റെ കാര്യം. സ്ട്രക്ചർ ഓൾസോ ഡിഫൈൻസ് ഹൗ പാർട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫിറ്റ് ടുഗദർ ആസ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ ഓർഗനൈസേഷൻ ചാർട്ട്. ആ ഓർഗനൈസേഷൻ ചാർട്ടിനെയും നമ്മൾ സ്ട്രക്ചർ തന്നെയാണ് പറയുക. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേഷൻ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അത് മാത്രം നോക്കരുത്, അതല്ലാതെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. ഈ പറഞ്ഞ സ്ട്രക്ചറിൽ നമുക്ക് 3 തരത്തിൽ അതിനെ അനാലിസിസ് ചെയ്യാം. ഒന്ന് കോൺഫിഗറേഷൻ, അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക ഓർഗനൈസേഷൻ ചാർട്ടിലുള്ളതാണ്. അടുത്തത് ഓപ്പറേഷണൽ ആസ്പെക്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സെപ്പറേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക്സ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ നമ്മൾ പഠിക്കാം. പിന്നെ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി വിത്തിൻ ദ ഓർഗനൈസേഷൻ. റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റിയെ കുറിച്ച് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ചിൽ ക്ലാസിക്കൽ തിയറീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് കൂടുതൽ നമുക്ക് പഠിക്കേണ്ടതില്ല. ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ 3 പാർട്സ് നമ്മൾ പറഞ്ഞത്. കോൺഫിഗറേഷൻ, അതായത് ഓർഗനൈസേഷൻ ചാർട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ഓഫ് ദ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്പറേഷണൽ ആസ്പെക്ട്സ്. ഓക്കെ, അത് പഠിക്കണം. പിന്നെ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി നമുക്ക് പരിചിതമാണ്. സ്ട്രക്ചറൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ ചാർട്ട് ഷോസ് ഓൾ പീപ്പിൾ, പൊസിഷൻസ്, റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് and lines of formal communication in the organization. An organization's chart is a diagram showing all people, positions, reporting relationship, lines of formal communication in the organization. എല്ലാ വ്യക്തികളെ, എല്ലാ മെമ്പർമാരെയും അതിൽ കാണിക്കണം. സ്ട്രക്ചറൽ കോൺഫിഗറേഷനിലെ ഓർഗനൈസേഷൻ ചാർട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരെ മുഴുവൻ കാണിക്കണം. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് അവരുടെ പീപ്പിൾ പൊസിഷൻസ്, അതുപോലെ തന്നെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിരിക്കണം. An organization chart depicts reporting relationships and the work group memberships and shows how positions and the small work groups are combined into departments which together make the configuration or shape of the organization. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാരുടെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്നിട്ട് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ കോൺഫിഗറേഷൻ ഉണ്ടാവുന്നത്, ഇതാണ് ആ ഓർഗനൈസേഷനിൽ കാണിക്കേണ്ടത്. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പഠിക്കേണ്ടതില്ല ഇതിൽ, എന്നാലും അത് ആ ഒരു സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നതാണ്. സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസിൽ കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർഗനൈസേഷൻ്റെ ആ ചാർട്ടിൽ നമുക്ക് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ പിക്ചറിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അത് അതിൻ്റെ ആ കോൺഫിഗറേഷൻ ആസ്പെക്റ്റിൽ കാണാൻ പറ്റില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്, 2 ഫോർമലൈസേഷൻ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇത് രണ്ടും നമുക്ക് കോൺഫിഗറേഷൻ ചാർട്ടിൽ കാണാൻ പറ്റില്ല.
അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ നേച്ചർ പഠിക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ എന്താണ്? സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. രണ്ടാമത്തെ എന്താണ്? ഫോർമലൈസേഷൻ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എവിടെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമാണ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഓക്കെ, എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള ഹയറാർക്കിയിലും എല്ലാ പൊസിഷനിലും ടോപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അതിൽ ഡിസിഷൻസ് എടുക്കാനുള്ള അവർക്ക് ഒരു എന്താ പറയുക സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ട് സെൻട്രലൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും, അതിൽ ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനോ ഒന്നും കൃത്യമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ മുകളിൽ നിന്നുള്ള ഓർഡറുകൾ വരാൻ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓർഗനൈസേഷൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതൊരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനാണ്, അങ്ങനെ നമുക്ക് ഒരു ഡിസ്റ്റൈൻറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് രണ്ടിൻ്റെ ഒരു മിക്സാണ് മിക്കവാറും കണ്ടു വരുന്നത്. ഓക്കെ, ഇനി അടുത്തതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഞാൻ നേരത്തെയും നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ പറഞ്ഞിരുന്നു, അത് നമ്മൾ റിവിഷനിലും റിപ്പീറ്റ് ചെയ്തതാണ്. എന്താണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഹെർബർട്ട് സൈമൻ്റെ ക്ലാസ് നോക്കിയാൽ മതി. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ലിമിറ്റഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻഡിക്കേറ്റ്സ് സെൻട്രലൈസേഷൻ വൈൽ എക്സ്റ്റെൻസീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ റിഫ്ലെക്ട്സ് ട്രൂ ഡീസെൻട്രലൈസേഷൻ. Participative management, where employees engage in daily decision making, is a vital, effective, and morally necessary to the system, enhance organizational culture and long-term success. Okay, അപ്പോൾ ഈ പ്രോഗ്രാംഡ് ഡിസിഷൻ എടുക്കാൻ ആക്ച്വലി ഏതൊരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനും താഴെയുള്ള ആൾക്കാരെ അനുവദിക്കും. കാരണം എന്താ വെച്ചാൽ അത് ഒബ്വിയസ് ആയിട്ടുള്ള ഡിസിഷനാണ്. അവർക്ക് വളരെ വിയേർഡായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു പാക്കറ്റ് പാലിന് എത്രയാണ്? 28 രൂപ മറ്റൊക്കെയാണ്. ഒരു പാല് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 28 രൂപയാണ് പാലിന് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വാങ്ങി പോരാം. ഓക്കെ, അതായത് ഇത് 2 രൂപ കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ അത് ഒരു 300 രൂപയാകുമ്പോൾ അത് വാങ്ങുമോ? ഇല്ലല്ലോ. അപ്പം അത് ഒരു പ്രോഗ്രാംഡ് ഡിസിഷനാണ്. നമുക്കറിയാം ഒരു പാക്കറ്റ് പാലിന് എത്ര രൂപയാണെന്ന് നമുക്കറിയാമെന്നും അത് ഒരു 1-2 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കഴിഞ്ഞാലും വാങ്ങിയാലും ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് ആ ഡിസിഷൻ എടുക്കാം. ഓക്കെ, പക്ഷെ ഈ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ അങ്ങനെയല്ല വരുന്നത്. അത് മുന്നേ യാതൊരു ധാരണയില്ലാത്തൊരു കാര്യമാണ്. അതിന് ചിലപ്പോൾ കോൺസിക്വൻസസ് ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അത് താഴെ തട്ടിൽ തന്നെ എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഓക്കെ, അത് ഒരു ലെജിറ്റിമേറ്റ് ആയിരിക്കണം കേട്ടോ. നിങ്ങളൊരു തീരുമാനം എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ലെജിറ്റിമേറ്റ് ആണ്, എന്നാൽ ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിന് ട്രൂ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് എങ്ങനെയാണ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലോവർ എംപ്ലോയീസിനെ അനുവദിക്കുന്ന ഓർഗനൈസേഷനാണ് ലോങ് ടൈമിൽ സക്സസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു മോറലി നെസസറി ആണ്. നമ്മളോട് എന്തിനും ചോദിക്കുക, ആര് പറഞ്ഞു ഇത് ചെയ്യാൻ, ആര് പറഞ്ഞു ഇത് ചെയ്യാൻ, എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ യൂഷ്വലി ഒരു എംപ്ലോയിയും അത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീസെൻട്രലൈസേഷൻ്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒരു സ്ട്രക്ചറൽ ആസ്പെക്റ്റ് മാത്രമല്ല, അതൊരു ഓർഗനൈസേഷണൽ വാല്യൂ കൂടിയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ അനുവദിക്കുന്ന ആൾ കൂടി ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുന്നത് അതൊരു വാല്യൂവിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, അടുത്തത് ഈ ഓപ്പറേഷൻ ആസ്പെക്റ്റിൽ ഇത് ഓക്കെ ഒരു തവണ കൂടി ഞാൻ പറയാം. നമ്മൾ ഇതിൽ 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം പഠിക്കുന്നു കോൺഫിഗറേഷൻ, രണ്ടാമത്തത് അതിൻ്റെ ഓപ്പറേഷണൽ ആസ്പെക്റ്റ് പഠിക്കുന്നു, മൂന്നാമത്തത് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഈ ഓപ്പറേഷണൽ ആസ്പെക്റ്റിലാണ് 2 കാര്യങ്ങളുള്ളത്. ഒന്ന് ഡീസെൻട്രലൈസേഷനും അതുപോലെ തന്നെ ഫോർമലൈസേഷനും. ഓക്കെ, അതിൽ ഡീസെൻട്രലൈസേഷനാണ് നമ്മൾ പഠിച്ചത്. സെൻട്രലൈസേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത്
ഫോർമലൈസേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അടുത്തത് ഫോർമലൈസേഷൻ എന്നുള്ള ഒരു ഇത്. അപ്പം നമുക്ക് ഈ ഫോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ജോലി ചെയ്യുമ്പോൾ റൂൾ ബൗണ്ടഡ് ആണ് എന്നുള്ളതാണ് അതിൽ നോക്കുന്നത്. എല്ലാം ഫോർമൽ ആയിരിക്കണം. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് നിങ്ങൾ അവർ സാധനം വാങ്ങി പോയി കഴിഞ്ഞാൽ അവർക്ക് ബില്ല് കൊടുക്കണം. അത് ന്യായമായിട്ടുള്ള പരിപാടിയാണ് അല്ലേ. അത് ബില്ല് കൊടുത്തേ പറ്റൂ. അത് നിയമമാണെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഫോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, അത്തരത്തിൽ എല്ലാത്തിനും നേരത്തെ വരണം എന്നുള്ളത് യൂഷ്വൽ നോംസ് ആണ്. ഒരു ഓഫീസിൽ കറക്റ്റ് ടൈമിന് വരണം എന്നുള്ളത് ഒരു നോമാണ്. പക്ഷേ അവിടെ നമ്മൾ പറയുകയാണ് ഇത്ര 9 മണിക്കാണ് സ്റ്റാർട്ടിങ്, 9:05 റിപ്പോർട്ട് ചെയ്യണം. 9:05 ശേഷം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാഫ് ഡേ സാലറി കട്ട് ചെയ്യും എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫോർമലൈസ് ചെയ്തിരിക്കണം ആ റൂളിനെ. ഓക്കെ. അപ്പോൾ നമ്മൾ മിക്ക ഒരു ഓർഗനൈസേഷൻ കൾച്ചറിലും നമ്മൾ ഹയർ ഓഫീസേഴ്സിനെ സാറിന് വിളിക്കുന്ന ഒരു പതിവില്ല. പക്ഷെ നമ്മുടെ കേരളമൊക്കെ വളരെ മോശമാണ്. അതിൽ നമ്മൾ ആരെങ്കിലും സാറിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ യൂഷ്വൽ വെസ്റ്റേൺ കൾച്ചറിൽ എന്താണ്, ഓരോ അവരുടെ വ്യക്തികളുടെ പേരാണ് വിളിക്കുക. മാനേജേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ പേരാണ് വിളിക്കുക. ചില ഓർഗനൈസേഷൻ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഹയർ ഓഫീസറിനെ സാറിന് തന്നെ വിളിക്കണം. ഓക്കെ. അത് റൂൾ. അപ്പോൾ അതെന്താണ്, അതൊരു ഫോർമലൈസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ഹയർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാറിന് വിളിച്ച് നിങ്ങൾ ബഹുമാനം കാണിക്കാതെ അവർക്ക് ബഹുമാനം പിടിച്ച് പറ്റാൻ പറ്റില്ല. അതായത് എന്താ പറയുക, ഒരുപാട് എങ്ങനെയാണ് നമ്മുടെ ഒരു ഹയർ ലെവൽ ഒഫീഷ്യൽ ആവുന്നത്, അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഹോൾഡ് ചെയ്യുമ്പോഴും അറിവുള്ളപ്പോഴും സ്കില്ല് കൂടുമ്പോഴല്ലേ അവർ ഹയർ ലെവൽ ഒഫീഷ്യൽ ആവുന്നത്. അപ്പോൾ അവരെ നമുക്ക് എന്താ പറയുക, അവർക്ക് അത്രയും ഓൾറെഡി ഹയർ ലെവലിലുള്ളൊരു സ്കില്ലും പേഴ്സണാലിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അവരെ നമ്മൾ പേര് വിളിച്ചുകൊണ്ട് നമ്മളവരെ ബഹുമാനത്തിലൊരു കുറവുണ്ടായിരിക്കില്ല. ഓക്കെ. പക്ഷെ എന്താ കമ്പനി വിചാരിക്കുന്നത് എന്താണ്, പേര് വിളിക്കുന്നത് ഒരു ബഹുമാനക്കുറവാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം, സാറിന്ന് വിളിക്കണം. ഓക്കെ. സാറിന്ന് തന്നെ വിളിക്കണം എന്ന് നിർബന്ധിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫോർമലൈസ് ചെയ്യാണ് ഇതിനൊക്കെ. ഓക്കെ. ഇത്തരത്തിലുള്ള ഫോർമലൈസേഷൻ ഫോർമലൈസേഷൻ കൂടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിജിഡിറ്റി ആയിരിക്കും. എല്ലാ കാര്യത്തിനും വളരെ റിജിഡായിട്ടുള്ള രീതിയിൽ ഉള്ള സ്ട്രക്ചർ, പണിഷ്മെൻറ്റുകൾ, സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. നേരം വൈകി വരുമ്പോൾ ഒരു ദിവസം നമുക്ക് നേരം വൈകി വരാമല്ലോ. ഓക്കെ. അപ്പോൾ പക്ഷേ ഇത് ഫോർമലൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങളുടെ ഹാഫ് ഡേ സാലറി പോയി. ഓക്കെ. അതൊരു ആക്ച്വലി അത് എന്തിനാണ് ഫോർമലൈസ് ചെയ്യുന്നത്, ആരും നേരം വൈകി വരാതിരിക്കാനാണ്. അല്ല നിങ്ങളുടെ ഹാഫ് ഡേ സാലറി കട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ അതെന്താണ്, എല്ലാവരും നേരത്തെ വരണം, അതിലൊരു എക്സ്ക്യൂസ് പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ആണ് ഈ പണിഷ്മെന്റ്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. റൂൾസ് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ്, അതായത് റിട്ടൺ ഇൻ മാനുവൽസ്, പോളിസീസ്, ഓർ ഇംപ്ലിസിറ്റ് അൺറിട്ടൺ ബട്ട് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസസ്. അൺറിട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും മിക്കവാറും സാറ് വിളിക്കുക. അത് ആരെങ്കിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളോട് സാറിനെ വിളിക്കാൻ പാടും എന്ന് എഴുതിയിട്ടുണ്ടായില്ല. പക്ഷെ സാറിന് വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഷ്യം നൈരാശ്യമൊക്കെ സൂപ്പീരിയേഴ്സിന് ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഫോർമലൈസേഷൻ ഈസ് മെഷേർഡ് ബൈ ദ പ്രൊപ്പോർഷൻ ഓഫ് റൂൾ ബൗണ്ട് ജോബ്സ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി അലൗഡ്. Highly formalized organizations have more rule-bound jobs and stricter enforcement, impacting job design and motivation and group dynamics. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിൽ ഓപ്പറേഷണൽ കൺട്രോളിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റീവ് മാനേജർ എന്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫോർമലൈസ്ഡ് ഓക്കെ എല്ലാം ഫോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിങ്സിലാണെങ്കിൽ ഒരു ബാലൻസ് നടത്തണം. കാരണം എത്ര അഡ്ഹിയറൻസ് ഉണ്ടോ, ചില സ്ഥലങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലേ ഒരാൾ നേരം വൈകി വന്നത് ചിലപ്പോൾ അയാളുടെ മീൻസ് എന്താ പറയുക അലസത കൊണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അതിനൊരു എക്സെപ്ഷൻ, ജുഡീഷ്യൽ ആയിട്ടുള്ള എക്സെപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനേജർ എഫക്റ്റീവ് മാനേജ്മെന്റിന്റെ കഴിവ്. അതല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, മോട്ടിവേഷൻ പോവും മെമ്പേഴ്സിന്. അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, നേരത്തെ നമ്മൾ അതിൽ പറഞ്ഞ ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, എൽട്ടൺ മേയോന്റെ
ഈ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഒക്കെ വളരെ പവർഫുൾ ആവും അവിടെ. നമുക്ക് ഒരു 5 മിനിറ്റ് വൈകിയതിന് നമ്മുടെ സാലറി കട്ട് ചെയ്യാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും അത് എഫിഷ്യൻസിക്ക് എതിരായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ മാനേജേഴ്സ് വളരെ കണ്ണിങ് ആയിരിക്കണം. ഏത് എക്സെപ്ഷൻ കൊടുക്കണം, ഏത് എക്സെപ്ഷൻ കൊടുക്കണ്ട എന്നും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആൾക്കാരായിരിക്കണം. ഇതാണ് ഫോർമലൈസേഷൻ. രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിങ്ങും ഫോർമലൈസേഷൻ. ഇത് ഓപ്പറേഷണൽ ആസ്പെക്റ്റിലാണ്. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ജസ്റ്റ് ഇത് വായിക്കാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസിക്കൽ തിയറീസ് പഠിച്ച ആൾക്കാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ആൻ ഒബ്ലിഗേഷൻ ടു പെർഫോം ടാസ്ക് വിത്ത് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയി may be responsible for preparing a proposal. It stems from organizational ownership and cannot be delegated. Authority, legitimized power within a social context, granting the right to use the resources to achieve results. Like responsibility, it originates from the ownership but can be delegated downwards. Authority must align with the responsibility to ensure managers have sufficient resources to meet expectations. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതോറിറ്റിക്ക് റെസ്പോൺസിബിലിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള അതോറിറ്റിയാണ് കൊടുക്കേണ്ടത് ഏതൊരു പൊസിഷന്. The relationships between the two requires parity. Authority must match responsibility, or same thing ആയിരുന്നു. While authority flows top down, Chester Bernard's acceptance theory suggests authority depends on the subordinates accepting a manager's directives. This highlights the interplay between delegation and compliances in the organizational dynamics. ഓക്കെ, ചെസ്റ്റർ ബെർണാഡ് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആര് എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ആര് ഉത്തരവ് കൊടുക്കുന്നു എന്നുള്ളതല്ല, അത് അനുസരിക്കാനുള്ള അക്സെപ്റ്റ് ചെയ്യാനുള്ള ഭരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലാണ്, അല്ലെങ്കിൽ അവരുടെ ആ ബിഹേവിയറിലാണ് ആക്ച്വലി അതോറിറ്റി എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഡെലിഗേഷൻ, ഇതിൻ്റെ കംപ്ലൈൻസ്, അതോറിറ്റിയോടുള്ള കംപ്ലൈൻസ്, ഇതിൻ്റെയൊക്കെ ഒരു ഡൈനാമിക്സ് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മീൻസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇന്ന ആൾക്ക് ഇന്ന ഇത് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു മൈൻഡ് സെറ്റ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റിയിൽ. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഫോം ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസ് ആയിട്ട് വേറെ നമ്മൾ ഇതിലിപ്പോൾ തൽക്കാലം പറയില്ല, മനസ്സിലായത്. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെയാണ് അതിൻ്റെ ആക്ച്വൽ ഫങ്ഷൻസ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി ഈ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് മറ്റേ കൾച്ചർ ആൻഡ് ഓർഗനൈസേഷൻ കൾച്ചറും അതുപോലെ ചേഞ്ച് മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നോക്കാം. ഇപ്പം ഇത് വരെ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇത് ക്ലാസിക്കൽ തിയറീസിൻ്റെ വ്യൂസിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത് എന്തിനാണ് പറയുന്നത് കാരണം വെച്ചാൽ നമുക്കറിയാലോ, സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചറൊക്കെ ഇവിടുന്ന് വരുന്നത് ഈ എന്താ പറയുക, ഐഡിയൽ ബ്യൂറോക്രസി, അതുപോലെ തന്നെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾസ്, ഹെൻറി ഫയോളിൻ്റെ ഇതൊന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള പരിപാടിയാണ്. ഇതാണ് വേണ്ടത് എന്ന് ഐഡിയൽ ബ്യൂറോക്രസിയിൽ വെബർ പറയുന്നു, ഓർഗനൈസിങ് പ്രിൻസിപ്പിളിൽ ഹെൻറി ഫയോൾ പറയുന്നു. ഓക്കെ, ഇതിലൊരു ചേഞ്ചും ഇല്ല. ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും ഇത് അതിൽ ഫിറ്റ് ആവുമെന്നാണ് ഇവർ പറയുന്നത്, ക്ലാസിക്കൽ വ്യൂവിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ബോക്സിംഗ് ക്ലബ്ബ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. എന്നാൽ ഒരു സംഗീത അക്കാദമി തുടങ്ങുകയാണ്, അതിൻ്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. ഓക്കെ, നമ്മളൊരു സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങുകയാണ്, അതിൻ്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. അതായത് ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങുകയാണ്, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. ഇതാണ് ക്ലാസിക്കൽ വ്യൂ പറയുന്നത്. എന്നാൽ ഇത് അത് പുതിയ തിയറീസിൽ അത്ര അക്സെപ്റ്റബിൾ അല്ല ഇത്. ഓക്കെ,
അതിന് പറയുന്നത് കണ്ടിജൻസി അപ്രോച്ച് ടു ദ ഓർഗനൈസേഷൻ ഡിസൈൻ. ഈ ഓർഗനൈസേഷൻ ഡിസൈനിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ കണ്ടിജൻസി അപ്രോച്ചിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും ഒറ്റ ഇതിൽ എന്താ പറയുക, വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ പരിപാടിയല്ല. ഇതിൽ കുറേ ഘടകങ്ങളുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് എൻവയൺമെൻറ്റ്, അതുപോലെ ടെക്നോളജി, അതുപോലെ വർക്ക് ഫോഴ്സ്, പിന്നെ സ്ട്രാറ്റജി, സൈസ്, സോഷ്യൽ സിസ്റ്റം, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആ തരത്തിലുള്ള സ്ട്രക്ചർ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ രണ്ട് പാർട്ടികളാണ്, കോൺഗ്രസ് പാർട്ടി അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവരുടെ സ്ട്രക്ചർ ഒരേപോലെയാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ ഇവരുടെ ഫോർമലൈസേഷൻ ഒരുപോലെയാണോ? അല്ല. പല ഇതിലും നിങ്ങൾക്കറിയാം, കേഡർ പാർട്ടികളിൽ എങ്ങനെയാണ്, ഒരു മീറ്റിങ്ങിന് അവർ വിളിച്ച ഒരു മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നെക്സ്റ്റ് മീറ്റിങ്ങിൽ വരുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം പറയണം. അതിന് ഒരുപക്ഷെ ലീവ് അതിന് മുമ്പ് എഴുതി കൊടുത്തിട്ട് വേണം ഇതെടുക്കാൻ. അത്തരത്തിൽ വളരെ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻ്റ് ആണ്. എന്നാൽ ഒരു കേഡർ പാർട്ടി അല്ലാത്ത പാർട്ടിയാണെങ്കിലോ, നിങ്ങൾ ലീവ് എന്താ പറയുക, മീറ്റിംഗ് വിളിച്ച് വന്നില്ലെങ്കിലും നിങ്ങളെ പണിഷ് ചെയ്യാനൊന്നും അതിൻ്റെ ലീഡർഷിപ്പിന് ചിലപ്പോൾ സാധിക്കില്ല. അതുപോലെ തന്നെ ചില ഡിസിഷൻസ് എടുക്കുന്നത്, സെൻട്രലി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ തട്ടിലും അംഗീകരിക്കണം കേഡർ പാർട്ടിയിൽ. അതിൽ പിന്നെ വേറൊരു ക്വസ്റ്റ്യനും ഒന്നുമില്ല. അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായേക്കാം, അത് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയല്ല ഒരു കേഡർ അല്ലാത്ത പാർട്ടി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? അത് ഇവർക്ക് അത്രയും സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ കേഡർ പാർട്ടി അല്ലാത്തത്? അങ്ങനെ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ നിലനിൽക്കാത്ത സാഹചര്യം, എൻവയൺമെന്റ് അവർക്കുണ്ട്. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാ പാർട്ടിയും വർക്ക് ചെയ്യുന്ന എല്ലാ ജനങ്ങളിലല്ല, ഒരേ ടൈപ്പ് ജനങ്ങളിലല്ല. ചില ടൈപ്പ് ജനങ്ങളിലാണ് ഒരു പാർട്ടി വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ദരിദ്രരായിട്ടുള്ള, അധികം റിസോഴ്സ് ഇല്ലാത്ത ആൾക്കാർ കൂടിയിട്ടായിരിക്കും ഒരു പാർട്ടി ഉണ്ടായിരിക്കും. മറ്റേ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാസ്റ്റ്, ഹയർ ലെവലിലുള്ള, ഒരുപാട് അഫ്ലുവൻ്റ് ആയിട്ടുള്ള, പൈസ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വലിയ മെമ്പേഴ്സുള്ള പാർട്ടി ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഇഷ്ടം പോലെ കാശുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ദിവസം ഇത് വന്നില്ല, മീറ്റിങ്ങിന് വന്നില്ല. അപ്പോൾ അയാളോട് അവിടുത്തെ ഏറ്റവും ദരിദ്രനായ ഒരു വ്യക്തി ചോദിക്കാണ്, എന്താ വരാഞ്ഞത് മീറ്റിങ്ങിന്, കാരണം പറയണം എന്നൊക്കെ പറഞ്ഞ് അയാൾ പോയിട്ട്, അയാൾ ആ പാർട്ടിക്ക് വേണ്ടി യാതൊരു റിസോഴ്സും ഉപയോഗിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തുണ്ടായിരിക്കും? അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിൽ അപ്പോൾ നമ്മൾ അവിടെ വേറെ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, എന്നാൽ എല്ലാവരും ദരിദ്രരായിട്ടുള്ള, അല്ലെങ്കിൽ ദരിദ്ര പക്ഷത്താണ് നിലനിൽക്കുന്നത്, വലിയതും ചെറിയതും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പാർട്ടികളാണെങ്കിലോ, അപ്പൊ അവിടെ അങ്ങനെ ഒരു ധനികന്റെ ഹുങ്ക് അവിടെ വില പോവില്ല. കാരണം അത് അത് ആ പാർട്ടിയുടെ എൻവയോൺമെന്റ് അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. പിന്നെ അതപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, എൻവയോൺമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ആ എൻവയോൺമെന്റ് വെച്ച്, അതുപോലെ തന്നെ ടെക്നോളജി വെച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചർ അതുപോലെ ഫോർമലൈസ് ചെയ്യുന്നത് ഡീസെൻട്രലൈസ് ചെയ്യണോ അതോ സെൻട്രലൈസ് ചെയ്യണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോൺഫിഗറേഷനാണ് വേണ്ടത്, ഇതൊക്കെ വ്യത്യാസപ്പെടും. ഇതിനെയാണ് കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ഡിസൈനിൽ ഇത്തരത്തിലുള്ള കണ്ടിജൻസി അപ്രോച്ചസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ആക്ച്വലി മാനേജ്മെന്റിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു ബേസ് ഇട്ട് പോകണം. ഓക്കെ, ഇനി ഇവിടെ സ്ട്രാറ്റജിയാണ് പ്രധാനപ്പെട്ടത്. എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം? സ്ട്രാറ്റജി ഈസ് ദ പ്ലാൻസ് ആൻഡ് ആക്ഷൻ നെസസറി ടു അച്ചീവ് ദ ഗോൾസ്, ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ ഒരു ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം? ഓക്കെ, അത് എങ്ങനെ വേണം എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. ഇതിൽ സ്ട്രക്ചറൽ ഇമ്പരറ്റീവ്സ് ഉണ്ട്. അതൊക്കെയാണ് അതിൽ മെയിനായിട്ട് 3 ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒന്ന് സൈസ്, 2 ടെക്നോളജി, 3 എൻവയോൺമെന്റ്. ഓക്കെ, ഇതാണ് പ്രൈമറി ഡിറ്റർമിനൻസ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ. ഓക്കെ, ഇത് എങ്ങനെ മാറുന്നു എന്നതിനനുസരിച്ച് ഇതിന്റെ നമ്മുടെ സ്ട്രാറ്റജി മാറും. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ സ്ട്രാറ്റജി മാറും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ നമുക്ക് സൈസ്. ഒന്ന്, എത്രത്തോളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന്റെ കൗണ്ട് അനുസരിച്ച് നമുക്ക് വലിയ സൈസ് പറയാം.
ഓക്കെ. എന്നാൽ അസറ്റ് വാല്യൂ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫേസ്ബുക്കിന്റെ, ഗൂഗിൾ, ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് വളരെ കുറവാണ്. ഇന്ത്യൻ റെയിൽവേനേക്കാളൊക്കെ അതുപോലെ വലിയ വലിയ എംപ്ലോയീസ് കൗണ്ടുള്ള വലിയ വലിയ ഓർഗനൈസേഷൻ ഉണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ പൈസ കൂടുതൽ ആർക്കായിരിക്കും? ഈ ഫേസ്ബുക്കിനും ഗൂഗിളിനൊക്കെ ആയിരിക്കും. അവർക്ക് ഇത്രയും എംപ്ലോയീസ് ഒന്നുമില്ല, പക്ഷെ അതിന്റെ സൈസ് വലുതാണ്. ഓക്കെ. പിന്നെ അതിന്റെ സെയിൽസ്, ഫിസിക്കൽ കപ്പാസിറ്റി, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഏതാ ലാർജ് ഓർഗനൈസേഷൻ ആണോ ചെറിയ ഓർഗനൈസേഷൻ ആണോ എന്നൊക്കെ വിചാരിക്കും, അല്ല കണക്കിലാക്കും. പിന്നെ അതിന്റെ ആ ഒരു സ്ട്രക്ചർ വളരെ കോംപ്ലക്സ് ആയിരിക്കും. ഇതിനനുസരിച്ചൊക്കെ ഈ സൈസിന്റെ ഒരു മാറ്റർ ആക്കി എടുത്ത് നമ്മൾ അതിനനുസരിച്ച് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യും. അടുത്തത് ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, സാങ്കേതികമായിട്ട് നമ്മൾ എന്താ പറയുക, ടെക്നോളജിന്ന് നമ്മൾ യൂഷ്വലി എടുക്കുന്ന ഒരു ടേമായിട്ട് ടെക്നോളജിനെ ഉപയോഗിക്കരുത്. വക്കീലിന്റെ പണി ഒരു ടെക്നിക്കൽ വർക്കാണ്. കാരണം വെച്ചാൽ അയാൾക്ക് അതിലെ സാങ്കേതികത എല്ലാം വക്കീലിനാണ് അറിയാം, അഡ്വക്കേറ്റിനാണ് അറിയാം. ഡോക്ടറുടെ പണി ഒരു ടെക്നിക്കൽ നോളജാണ്. കാരണം എന്താ വെച്ചാൽ ഡോക്ടറുടെ ആ വർക്ക് വേറൊരാൾക്ക് വന്ന് ചെയ്യാൻ പറ്റില്ല. ആ അതിന്റെ ടെക്നിക്സ് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലിനെ കൂടിയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ സാങ്കേതിക വിദ്യ, നമ്മളെ ഈ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ വലിയ സൂപ്പർ കമ്പ്യൂട്ടർ, ആ രീതിയിലുള്ള ടെക്നോളജി മാത്രമല്ല ടെക്നോളജി. ഓക്കെ. ആ നോളജിന്റെ ഏരിയ കൂടി ഒരു ടെക്നോളജിയാണ്. ഓർഗനൈസേഷണൽ ടെക്നോളജി റെഫേഴ്സ് ടു ദ മെക്കാനിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോസസ്സസ്. ഓക്കെ. ഇതിൽ രണ്ടുമുണ്ട്. ദാറ്റ് ട്രാൻസ്ഫോം ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്സ്. അതായത് നിങ്ങൾ മെക്കാനിക്കലായിട്ട് നമ്മളുടെ ടെക്നോളജി എന്താണോ, ശാസ്ത്രത്തിന്റെ ടെക്നോളജി എന്താണോ, അതേപോലെ തന്നെ ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടെക്നോളജി എന്താണോ, ഇത് എങ്ങനെയാണ് ഒരു ഇൻപുട്ടിനെ ഒരു ഔട്ട്പുട്ട് ആക്കി എടുക്കുന്നത്, ഇത് ഒരു മാറ്ററാണ് ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിൽ, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിൽ. ഓക്കെ. In small organization, structure depends primarily on technology, whereas large organization, the needs to coordinate complicated activities may be more important. ഓക്കെ. അപ്പോൾ ചെറിയ ഇതിലാണെങ്കിൽ ഈ ടെക്നോളജിയുടെ പ്രൈമറിലി ടെക്നോളജിയുടെ ബേസിൽ തന്നെ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്ക് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും നേഴ്സ്, ഡോക്ടർ, അതുപോലെ തന്നെ അറ്റൻഡർ, വളരെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അത്തരത്തിലുള്ള ആ ടെക്നോളജി വെച്ചിട്ട് മാത്രമായിരിക്കില്ല അതിൻ്റെ ഡിവിഷൻ, വേറെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിവിഷൻ വേണ്ടി വന്നേക്കും. അടുത്തത് എൻവയൺമെന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ എൻവയൺമെന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് മാത്രമല്ല, മാനേജ്മെന്റിൽ നമുക്ക് ഒരു സിസ്റ്റം അപ്രോച്ച് വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കണ്ടിജൻസി അപ്രോച്ച്. ഇപ്പോൾ നമ്മൾ കണ്ടിജൻസി ഡിസൈൻ പഠിച്ചല്ലോ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർഗനൈസേഷണൽ എൻവയൺമെന്റ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ എൻവയൺമെന്റ് കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ നമുക്ക് പിന്നെ ആവശ്യം വരും. The organizational environment encompasses the all external elements, people, organization, economic factor and events. അതായത് എല്ലാ തരത്തിലുള്ള ജനങ്ങൾ, മറ്റു ഓർഗനൈസേഷൻ, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, ഇവൻറ്റ്സ്, that lies its boundaries divided into general environment and the task environment. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാതും ഈ ജസ്റ്റ് ഓർഗനൈസേഷന്റെ ബൗണ്ടറിയിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിനെയും നമ്മൾ എൻവയൺമെന്റ് എന്ന് പറയും. ഓക്കെ. ദാറ്റ് ലൈസ് ജനറൽ എൻവയൺമെന്റ്, പൊളിറ്റിക്കൽ, ലീഗൽ എൻവയൺമെന്റ്, സോഷ്യോ കൾച്ചറൽ എൻവയൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയൺമെന്റ്, എക്കണോമിക് എൻവയൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ഫാക്ടേഴ്സ്. And the task environment is specific groups and individuals influencing the organization. Other things. Environmental uncertainty arises when managers lack about the external events. അതായത് ഒരു മാനേജർക്ക് എന്താണ് എൻവയൺമെന്റിൽ നടക്കുന്നത്, ഈ പൊളിറ്റിക്കൽ ലീഗൽ ചേഞ്ചസ്, ഭരണം മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അത് സോഷ്യോ കൾച്ചറൽ ഡിഫറൻസ്, നമ്മൾ പഴയ രീതിയിലല്ല ഇപ്പോഴത്തെ സോഷ്യോ കൾച്ചർ, നമുക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റില്ല. പണ്ടത്തെ രീതിയല്ലല്ലോ ഇപ്പോഴത്തെ രീതി. അതുപോലെ തന്നെ ടെക്നോളജിക്കലി ചേഞ്ച് എന്തുണ്ടാവുന്നു, എക്കണോമിക്കലി ചേഞ്ച് എന്തുണ്ടാവുന്നു, ഇതൊക്കെ അനുസരിച്ച് ഇതൊന്നും അറിയാതെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കഴിഞ്ഞാൽ, ആ ഓർഗനൈസേഷൻ എൻവയൺമെന്റിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലേ
ഈ നോക്കിയ നോക്കിയ പോലുള്ള ഫോണ് അതൊക്കെ ഈ ആൾക്കാരുടെ റിക്വയർമെന്റ് എൻവയൺമെന്റിൽ എന്താണ് നടക്കുന്നതെന്ന് അവിടുത്തെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കില്ലേ അവര് അങ്ങനെ എന്താ പറയാ ഇപ്പോൾ ഇത് പണ്ട് നോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് വേറൊരു നെയിം ഉണ്ടായിരുന്നില്ല ഫോണിൽ. ഇപ്പൊ നോക്കിയ എന്ന് പറഞ്ഞ പേര് പോലും കേൾക്കാനില്ല. എൻവയൺമെന്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഓർഗനൈസേഷനിൽ ചേഞ്ച് ആയില്ലെങ്കിൽ ഇതൊക്കെയാണ് ഉണ്ടാവുക. നമ്മൾ പേനകളുടെ പേരിൽ നമ്മൾ പണ്ടൊക്കെ എന്താ പറയാ കുറെ പേനകൾ ഉണ്ടായിരുന്നു അല്ലേ? ആ പേനകളൊന്നും ഇപ്പം ഇല്ല. പണ്ടത്തെ പരസ്യങ്ങളിൽ 90s കിഡ്സിന്റെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ, അതിലൊക്കെ ഉള്ള പേനകള്, പിന്നെ അത്തരം പല ആളുകളും ഈ എൻവയോൺമെന്റ് ചേഞ്ച് ആവുന്നത് മനസ്സിലാവാതെ മാർക്കറ്റിന് പോവുകയും ഓർഗനൈസേഷന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട കുറെ സംഭവങ്ങൾ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാനേജേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഇവൻറ്റ്സ്, അതുപോലെ മേക്കിംഗ് പ്രഡിക്ഷൻ, ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് അറിവില്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും ഭാവി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ പ്രശ്നമായിരിക്കും. ഓക്കെ, organizational design is shaped by strategy, size, technology, and environment, leading to the structures like mechanistic, hierarchical, vertical communication, or organic, network-based, horizontal communication. The socio-technical systems approach integrates technical and social subsystems, while Berg highlights task coordination through mutual adjustment, direct supervision, and standardization of skills and process output. ഓക്കെ, ഈ സബ് യൂണിറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാർഡ് കയറി പോകണ്ട. എന്തായാലും അത് സിസ്റ്റം അപ്രോച്ചിൽ നമുക്ക് പഠിക്കാം. ഓർഗനൈസേഷൻ എൻവയോൺമെന്റിൽ നമുക്ക് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ChatGPT എന്ന് പറഞ്ഞ ഒരു സംഭവം, അതുപോലെ അമേരിക്കയിലെ AI ഒരു അവര് എന്താ പറയാ വേറൊരു എതിരില്ലാത്ത ഒരു ആൾക്കാരായിട്ട് നിന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ഡീപ് സീക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഈ വന്ന ഒരൊറ്റ സമയം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അമേരിക്കയുടെ $1 ട്രില്യൺ ഷെയർ മാർക്കറ്റിൽ ഇല്ലാതായത്, ഷെയർ ഇടിഞ്ഞത്. 1 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ എക്കണോമി എത്ര ട്രില്യനാ അറിയാമോ? ഇന്ത്യയുടെ എക്കണോമി എത്ര ട്രില്യനാ ഇപ്പോ നിലവിൽ? 19 ചൈനയുടെ ആണ്, ഓൾമോസ്റ്റ് 19. ഇന്ത്യയുടെ സ്വപ്നം എത്രയാ അറിയോ? ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറയുന്നത് 4.2 എത്തിയിട്ടില്ല, 3.5ക്ക് ശേഷം ആയിട്ടുള്ള 4.2 ഏറ്റവും ലേറ്റസ്റ്റ് ആണെങ്കിൽ എനിക്ക് അറിയണ്ടാവില്ല, അപ്ഡേറ്റ് ആയിണ്ടാവില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു 3.7 ഓക്കെ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ 4 പോയിന്റ് എടുത്താലും ഓക്കെ, 5 ട്രില്യൺ ആണ് നമ്മുടെ എന്താ പറയാ 3.7 ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, 5 ആണ് നമ്മുടെ നമ്മുടെ സ്വപ്നം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഈ 1 ട്രില്യൺ ആണ് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് വരെ പോയത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ ഒരു 1/3 അല്ലെ 1/4 ഒരു ജസ്റ്റ് ഒരു തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ 4/1 ജനങ്ങൾ ഒരു വർഷം ഉണ്ടാക്കുന്ന പണമാണത്. ഓക്കെ, അത്രയാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ ഈ എൻവയോൺമെന്റ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്രയും വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ എന്താ പറയാ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അത്തരത്തിലുള്ള എൻവയോൺമെന്റിനനുസരിച്ച് ഉള്ള ചേഞ്ചസിനെയാണ് ഈ പറഞ്ഞ കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാട്രിക്സ് ഡിസൈൻ, ഇത് ജസ്റ്റ് ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ഡിസൈൻസ് ടു ഗെയിൻ ബെനിഫിറ്റ് ഓഫ് ഈച്ച്. അതായത് ചില സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഡിസൈൻ നമ്മൾ കമ്പൈൻ ചെയ്യും, എന്നിട്ട് അതിൽ രണ്ടിൻ്റെയും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യും. അതിനാണ് മാട്രിക്സ് ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. മാട്രിക്സിൻ്റെ അർത്ഥം അറിയുന്നുള്ള എല്ലാവർക്കും ജസ്റ്റ് ഒരു ജനറൽ ടേം മാത്രമാണ്. മാട്രിക്സ് ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ
typically combined are product and project departmentalization scheme and functional structure. The matrix structure attempt to build into organization structure the ability to be flexible and provide coordinated response to the both internal and external pressures. Okay, അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്ത് ഈ പറഞ്ഞ ഇന്റേണൽ എക്സ്റ്റേണൽ പ്രഷേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് ഈ മാട്രിക്സ് ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കഴിയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ താങ്ക് യു.